വയനാട് ഉരുൾപൊട്ടലിന്റെ 9ാം ദിനമാണിത്. സൺറൈസ് വാലി, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം. സൺറൈസ് വാലിയിൽ കമാൻഡോ സംഘം നടത്തിയ പ്രത്യേക പരിശോധനയിൽ 3 ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. അവ ആശുപത്രിയിലേക്ക് മാറ്റി. പുഞ്ചിരിമട്ടത്തെ പരിശോധന അവസാന ഘട്ടത്തിലാണ്. തിരച്ചിലിനിടെ ദുർഗന്ധം അനുഭവപ്പെട്ട മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന ഇപ്പോൾ തുടരുകയാണ്. റോഷിപാലും അൽ അമീനും നമുക്കൊപ്പമുണ്ട്. നമുക്ക് റോഷിപാലിലേക്ക് പോകാം. റോഷിപാൽ, ഇന്നലെ സൺറൈസ് വാലിയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് 3 ശരീരഭാഗങ്ങൾ കിട്ടിയത് എവിടെ നിന്നാണ്? ആ പ്രദേശത്ത് കൂടുതൽ ഉള്ളിലേക്ക് പോയി തിരയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ദൗത്യസംഘം നൽകുന്ന വിവരങ്ങൾ എന്താണ്? സുജയ, ഇന്ന് രാവിലെ തുടങ്ങിയ ഈ തെരച്ചിലാണ്. അത് ഇന്നലത്തെ തെരച്ചിലിൻ്റെ തുടർച്ചയാണ്. ഇന്നലെ ഏതാണ്ട് 3 കിലോമീറ്റർ മേഖലയാണ് ഈ ദൗത്യസംഘം തെരച്ചിൽ നടത്തിയത്. 12 അംഗ സംഘമാണ്. അതിൽ 10 പേർ കമാൻഡോ, ഒപ്പം 2 പേർ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാരാണ്. സമാനമായി തന്നെ ഇന്നും 12 അംഗ സംഘമാണ് ഹെലികോപ്റ്ററിൽ അവിടെ എയർ ഡ്രോപ്പ് ചെയ്തത്. ഈ സൺറൈസ് വാലിയിൽ അവിടെ ഒരു തുരുത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ഇവരെ ഇറക്കിയത്. അവിടെ രാവിലെ 9 മണിക്ക് തുടങ്ങിയ തെരച്ചിലാണ്. അല്പം മുമ്പാണ് തെരച്ചിൽ അവസാനിപ്പിച്ച് ആ 2 സംഘം ഇവിടെ എത്തിയത്. അതിനിടയിൽ അവിടേക്ക് കാൽനടയായി എത്തിയ SOGയുടെ ഒരു ടീമുണ്ട്. അവർക്കൊപ്പം 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരെ കൂടെ ഇപ്പോൾ അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ കൽപ്പറ്റ മൈതാനിയിലേക്ക് എത്തും. അവിടെ നിന്നും ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അവിടെ ഈ സംഘം നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നും അവർ ഹെലികോപ്റ്ററിൽ, ആദ്യത്തെ സംഘം ഇവിടെ ഹെലികോപ്റ്ററിൽ ആ ഭാഗം എത്തിക്കുകയും ചെയ്തു. അത് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഈ സംഘത്തിന്, ഇവിടെയുള്ള ആർമി സംഘത്തിന് കഴിയില്ല. അത് റവന്യൂ വിഭാഗമാണ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത്. ഏതായാലും ഇത് 2ാം ദിവസമാണ് തെരച്ചിൽ. ഒരുപക്ഷെ നാളെയും തെരച്ചിൽ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആ മേഖലയിൽ കൂടുതൽ തെരച്ചിൽ നടന്നിരുന്നില്ല. 1-2 സംഘങ്ങളായി ഈ രക്ഷാപ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ അവർക്ക് മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നൽകിയ വിവരങ്ങളും ഇടയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയ ഘട്ടത്തിൽ അവർക്ക് അവിടെ നിന്നും അനുഭവപ്പെട്ട ഈ ദുർഗന്ധമടക്കം വെച്ചുകൊണ്ടുള്ള ഒരു വിവരം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മന്ത്രിതല സമിതി അവിടെ വ്യാപകമായ ഒരു വിശദമായ തെരച്ചിൽ തീരുമാനിക്കുകയും ഒരു സംഘത്തെ അങ്ങോട്ട് അയക്കുകയും ചെയ്തു. ഇന്നലെ സംഘം എത്തുകയും അവർ 3 മണിക്കൂർ നീണ്ട തെരച്ചിലിനിടയിൽ ദുർഗന്ധമുള്ള ഇടങ്ങൾ അവർ മാർക്ക് ചെയ്തു വെച്ചു. ആ ഇടങ്ങളിലാണ് ഇന്ന് ആർമിയുടെ കെഡാവർ നായയുടെ സഹായത്തോടെ ഈ സംഘം, 12 അംഗ സംഘം, വളരെ വിശദമായ ഒരു പരിശോധന നടത്തിയത്. സാഹസികമായ ഒരു ദൗത്യമാണത്. കാരണം അവിടെ ഇറങ്ങുക തന്നെ, ഹെലികോപ്റ്ററിന് ഇറങ്ങുക അത്ര എളുപ്പമല്ല, വളരെ ദുഷ്കരമാണ്. കാരണം മലയിടുക്കിനിടയിലാണ്, താഴ്ന്നു പറന്ന് വേണം അവിടെ ഹെലികോപ്റ്ററിൽ ഈ സംഘത്തെ ഡ്രോപ്പ് ചെയ്യാൻ. 2 ഘട്ടങ്ങളായാണ് ആ സംഘത്തെ അവിടെ ഡ്രോപ്പ് ചെയ്യുകയും അവർ വളരെ വിശദമായ തെരച്ചിൽ നടത്തുകയും ചെയ്തത്. 9 മണിക്ക് തുടങ്ങിയ തെരച്ചിൽ ഏതാണ്ട് വൈകിട്ട് വരെ നീണ്ടു. ഇന്നലെ ഏതാണ്ട് 4 മണി കഴിയുമ്പോഴാണ് തെരച്ചിൽ അവസാനിപ്പിച്ച്. സമാനമായി തന്നെ ഇന്ന് കാലാവസ്ഥ അനുകൂലമായിരുന്നു. ഇടയ്ക്കൊരു കാർമേഘങ്ങൾ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമുണ്ടായിരുന്നെങ്കിൽ പോലും അനുകൂലമായ ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ആ തെരച്ചിൽ ഏതാണ്ട് എത്ര കിലോമീറ്റർ ഇന്ന് തെരച്ചിൽ നടത്തിയെന്ന് അത് വ്യക്തമാകണം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകണം. 6 കിലോമീറ്റർ ഇന്ന് തെരച്ചിൽ നടത്താനായിരുന്നു ഉദ്ദേശിച്ചത്. ആ ലക്ഷ്യം ഇന്ന് പൂർത്തീകരിച്ചോ എന്ന് വ്യക്തമല്ല. ഏതാണ്ട് 18 കിലോമീറ്റർ ഉണ്ട്. സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗം മുതൽ അങ്ങ് ചാലിയാർ വരെ കൂടുതൽ തെരച്ചിൽ നടക്കാത്ത 18 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ചുറ്റളവ് മുഴുവൻ പരിശോധിക്കണമെന്ന ആലോചന നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും രക്ഷാപ്രവർത്തകർ എത്തി മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ അവർ പോലീസിനെ നേരത്തെ അറിയിച്ചിരുന്നു. ആ മേഖലകൾ മാത്രം തെരച്ചിൽ നടത്തിയാൽ മതി. അങ്ങനെയാണ് ആദ്യ ദിവസം 6 കിലോമീറ്റർ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ സമയക്കുറവ് കാരണം 3 കിലോമീറ്റർ തെരച്ചിൽ നടത്തി പൂർത്തിയാക്കി. റോഷിപാലാണ് സൺറൈസ് വാലിയിലെ തെരച്ചിലിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്.